സ്നേഹിതരെ, ജീവിതയാത്രയുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത്. ക്ലാസിക് റൈസ്, നല്ല റൈസാണ്, നീളമുള്ള അരിയൊക്കെയാണ്. നന്നായിട്ട് കഴുകി നല്ല 2-3 വെള്ളം കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഇത് കുതിരാനായിട്ട് ഇട്ട് വയ്ക്കാം ആദ്യമായിട്ട് നമുക്ക്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ. വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണ് നോക്കാം. ഇത് കുറച്ച് ബീൻസ് കട്ട് ചെയ്തതാണ്, ഇത് കുറച്ച് ക്യാപ്സിക്കമാണ്, ഇത് കുറച്ച് ക്യാബേജ്, അടുത്ത ഒരു സവാള പൊടിയായി അരിഞ്ഞതാണ്, ഇതാണ്ട് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത്, ഇത് കുറച്ച് വെളുത്തുള്ളി. ഇത്രയാണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നത്. കഴുകിയെടുത്ത ഈ 3 കപ്പ് അരി നമ്മളൊരു 3.25 കപ്പ് വെള്ളം കുക്കറിൽ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് ഒരു 75%, ഒരു 3/4 വേവ് വരെ വെന്ത് കിട്ടണം ഈ അരി. അതിനായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് വെയിറ്റ് ചെയ്യാം. അരി വെന്ത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണിനടുത്ത് റിഫൈൻഡ് ഓയിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അരമണിക്കൂർ അരി കുതിർത്തതായതുകൊണ്ട് പെട്ടെന്ന് വേകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേവ് ചെക്ക് ചെയ്തോണം. നമ്മുടെ അരി ഇവിടെ വെന്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിനെ മാറ്റി ഊറ്റിയതിന് ശേഷം തണുക്കാൻ വെക്കുകയാണ്. തണുത്തതിന് ശേഷം നോർമൽ ടെമ്പറേച്ചർ ആയതിനു ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിലൂടെ വയ്ക്കുക. അപ്പം എല്ലാം വേറിട്ട റൈസായിട്ട് നമുക്ക് കിട്ടും. അടുത്തതായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. എഗ് ഫ്രൈഡ് റൈസിന് പാകത്തിനുള്ള രീതിയിൽ നമ്മൾ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് വെച്ച് കുരുമുളക് ഇട്ട് ചിക്കൻ ചേർക്കാം ഇതിലേക്ക്. അല്ലെങ്കിൽ ബീഫാണെങ്കിൽ ബീഫ്, അല്ലെങ്കിൽ പ്രോൺസ്, അല്ലെങ്കിൽ മഷ്റൂം, ഇതൊക്കെയാണെങ്കിൽ അത് അങ്ങനെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇവിടെ മുട്ട ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഏതാണോ ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ചേർക്കുക, മഷ്റൂം ആണെങ്കിൽ അത് ചേർക്കുക. അതൊക്കെ ഇങ്ങനെ ഈ സമയത്ത് നമുക്കത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ തയ്യാറാക്കിയ എഗ്ഗിനെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്കിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. ചെറുതായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴും നമുക്ക് അതിലേക്ക് മറ്റുള്ളവ ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട്. ഇനി സവാള ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് മറ്റുള്ളവയും ചേർക്കാം. ക്യാരറ്റ്, ബീൻസ്, ഇവയെല്ലാം കൂടെ ഇത് മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്ന് വെന്ത് പോകരുത്. ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഇപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്തിന് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും അതുപോലെ തന്നെ ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ, ഒരുപാടങ്ങ് വെന്ത് പോകണ്ട. വെജിറ്റബിൾസൊക്കെ എല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ച മുട്ടയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ മുട്ടയ്ക്ക് പകരം ചിക്കനൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 2.5 സ്പൂണോളം സോയാ സോസ് ചേർക്കുകയാണ്. ഇനി സോയാ സോസ് 2.5 സ്പൂൺ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 1.5 സ്പൂണിനടുത്ത് റെഡ് ചില്ലി സോസ്, ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അതിപ്പം നമ്മുടെ അടുത്തില്ല, അതുകൊണ്ട് റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത്. ഒരു 1.5 സ്പൂണിനടുത്ത് അതും ചേർത്തു. അതിന് ശേഷം
ഒരു അല്പം പഞ്ചസാര, ഒരു അര ടീസ്പൂണിനടുത്ത് പഞ്ചസാരയും കൂടെ, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മളൊന്ന് വിതറി കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന റൈസ് ഉണ്ടല്ലോ, അതിനി കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുമിച്ചെല്ലാം കൂടി ഇടരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഞാനിവിടെ റൈസ് ചേർത്ത് കൊടുത്തത്. എന്നിട്ടിവിടെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. എന്നാൽ മാത്രമേ എല്ലായിടത്തേക്കും കൂടി വെജിറ്റബിൾസിൻ്റെയും എല്ലാത്തിൻ്റെയും ഇതും കൂടെ ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ അടുത്ത പാത്രം പോരാത്തിന് ഇത്തിരി ചെറുതുമായിപ്പോയി. ഇതിലും വലിയ പാത്രം എടുക്കാൻ ശ്രമിക്കണം. കുറച്ച് കൂടുതൽ വയ്ക്കണമെങ്കിൽ പാത്രത്തിൻ്റെ അളവും വലുതായിരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഇളക്കിയെടുക്കുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പല പ്രാവശ്യമായിട്ടാണ് ചേർത്തത്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കയ്യിലിപ്പോൾ അതില്ല, സാധാരണ കുരുമുളക് പൊടിയേ ഉള്ളൂ. അതിപ്പോൾ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. അതിന് ശേഷം പിന്നെ നോക്കാം, നമുക്കിടയിൽ കയ്യിൽ കുറച്ച് പ്രോമോഗ്രാനൈറ്റ് ഉണ്ടായിരുന്നു, മാതളം. അത് നല്ല കളർഫുള്ളായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ചൂടോട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക് യു.